മാസ്റ്റർ കീ അക്കാഡമിയുടെ ഇംഗ്ലീഷ് പ്രീവിയസ് ചലഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഹിയർ കംസ് ദ ബസ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കൺവേർട്ട് ഇൻടു സ്റ്റേറ്റ്മെന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. LDC പ്രീവിയസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഹിയർ കംസ് ദ ബസ് എക്സ്ക്ലമേഷൻ മാർക്ക് ബ്രാക്കറ്റിൽ കൊടുത്തു കൺവേർട്ട് ഇൻടു സ്റ്റേറ്റ്മെന്റ് എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ തന്നേക്കുന്നു ദ ബസ് കംസ്, ഓപ്ഷൻ ബി തന്നേക്കുന്നു ദ ബസ് ഹാസ് കം, ഓപ്ഷൻ സി തന്നേക്കുന്നു ദ ബസ് കെയിം, ഓപ്ഷൻ ഡി തന്നേക്കുന്നു ദ ബസ് ഈസ് കമ്മിങ്. ഇങ്ങനെ 4 ഓപ്ഷനും ഇവിടെ തന്നിട്ടുണ്ട്. LDC പ്രീവിയസ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. പലരും ആൻസറിലേക്കൊക്കെ പോയി കാണും. അന്നേരം ഇത് നോക്കുക, തന്നേക്കുന്ന വാചകം എന്താണ് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. എക്സ്ക്ലമേഷൻ മാർക്ക് വന്നപ്പോൾ ഏറ്റവും ടോപ്പായിട്ട് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഹിയർ കംസ് ദ ബസ് എന്ന് തന്നേക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം കംസ് ദ ബസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി അവസാനം എന്ത് കണ്ടു, ഏത് ചിഹ്നം കണ്ടു എന്ന് ചോദിച്ചാൽ എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അന്നേരം സെന്റൻസിനെ ഏതൊക്കെ സെന്റൻസുകളെ, അസേർട്ടീവ് സെന്റൻസിനെ നമ്മൾ എന്തിലേക്ക്, എക്സ്ക്ലമേറ്ററിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് ഹിയർ കൊണ്ടും ദേർ കൊണ്ടും തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ ഹിയർ കൊണ്ടും ദേർ കൊണ്ടും തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ കാണുമ്പോൾ ഓർത്തു വെച്ചേക്കുക, എക്സ്ക്ലമേറ്ററി സെന്റൻസുകളെല്ലാം തന്നെയും ഏത് ടെൻസ് ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഏത് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. കേട്ടല്ലോ, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് ചോദിച്ചാൽ സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് പറയുക. അതുപോലെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ കംസ് എന്നാ വന്നേക്കുന്നത്, സിമ്പിൾ പ്രസന്റ് ആണെന്ന് മനസ്സിലായി കാണും. ഇവിടെ V1നോടൊപ്പം എസ്, ES, IES എന്നാണ് വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്നു ദ ബസ് എക്സ്ക്ലമേഷൻ മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഇതിനെ എന്തിലേക്ക് മാറ്റാനാ പറഞ്ഞേക്കുന്നത്, സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റാനാ പറഞ്ഞേക്കുന്നത്. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ മാറ്റുമ്പോൾ പലരും ആൻസറിലേക്ക് പോകും ദ ബസ് കംസ് അടിച്ചിട്ട് പോരും. ശരിയാണോ? അല്ല. അടുത്തത് ദ ബസ് ഹാസ് കം. ശരിയാണോ? അതുമല്ല. ഓക്കെ, അടുത്തത് ദ ബസ് കെയിം. അതാണോ? അതുമല്ല. അടുത്തത് ദ ബസ് ഈസ് കമ്മിങ്. അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ദ ബസ് ഈസ് കമ്മിങ് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ ഇത്രയും കേസ് മനസ്സിലാക്കുക. ഹിയർ കൊണ്ടോ ദേർ കൊണ്ടോ ഒരു വാചകം ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ്, സിമ്പിൾ പ്രസന്റിലുള്ള ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആരംഭിച്ചാൽ, ഹിയർ കൊണ്ടോ ദേർ കൊണ്ടോ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആരംഭിച്ചാൽ ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് ടെൻസിൽ ഉപയോഗിക്കണം, പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കണം. എന്തിനകത്ത് ഉപയോഗിക്കണം? പ്രസന്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കണം. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്താണ് നമുക്കറിയാം. സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് വെർബിന്റെ ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം എന്ന് പറയുന്നത്. അന്നേരം പഠിച്ചു വെച്ചേക്കുക, ഹിയർ കൊണ്ടോ ദേർ കൊണ്ടോ ആരംഭിക്കുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസുകളുടെ അല്ലെങ്കിൽ ഹിയർ കൊണ്ടോ ദേർ കൊണ്ടോ തുടങ്ങുന്ന സിമ്പിൾ പ്രസന്റിലുള്ള എക്സ്ക്ലമേറ്ററി സെന്റൻസുകളെ സ്റ്റേറ്റ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എന്താക്കി മാറ്റിയിരിക്കണം, പ്രസന്റ് കണ്ടിന്യൂസ് ആക്കി മാറ്റിയിരിക്കണം. അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? ദ ബസ് ആണ്. ബസ് എഴുതിയില്ലേ? അടുത്തതായിട്ട് ബസ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് വന്നു. പിന്നെന്താണ്? കംസിന്റെ ING ഫോം കമ്മിങ് എന്ന് വന്നു. അന്നേരം ആൻസർ ദ ബസ് ഈസ് കമ്മിങ്. കണ്ടോ? ഇനി അല്ലാതെയും ഇതിന്റെ ആൻസർ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സാധാരണ രീതിയിൽ, ട്രിക്ക് രീതിയിൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ അല്ലാതെയും കണ്ടുപിടിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആശ്ചര്യത്തോടാ പറയുന്നത്. അതിന്റെ എക്സ്പ്രഷൻ വേറെ രീതിയിലാണ്, സ്ട്രോങ് ഫീലിംഗ് ആണ് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഹിയർ കംസ് ദ ബസ് എന്നാണ് പറയുന്നത്, അതല്ലേ? പക്ഷേ അത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബസ് ഇങ്ങനെ പോകുന്നു, വളരെ മനോഹരമായിട്ടുള്ള ഒരു ബസ് പോകുന്ന സമയത്താണ് നമ്മൾ ആശ്ചര്യത്തോടെ പറയുന്നത് ഹിയർ കംസ് ദ ബസ് എന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പം അവിടെ ആശ്ചര്യമാണുള്ളത്. അന്നേരം നമ്മൾ കണ്ടോണ്ടിരിക്കുക, അതിങ്ങനെ വരുന്നത് കണ്ടോണ്ടിരിക്കുക, കംസ് കണ്ടോ വന്നുകൊണ്ടിരിക്കുക. അന്നേരം ആശ്ചര്യത്തോടാണ് അവിടെ പറഞ്ഞത്. അതിനെ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ അത് എന്തായിരിക്കണം? തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാക്കി മാറ്റണം. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് വന്നത്. ഓക്കെ അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പലരെയും തെറ്റിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. അത് നോക്കിക്കോളൂ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഈസ് ദ മിസ്റ്റേക്ക് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ തന്നേക്കുന്നു അറ്റ് വാട്ട് ടൈം, ഓപ്ഷൻ ബി തന്നേക്കുന്നു യു വിൽ, ഓപ്ഷൻ സി തന്നേക്കുന്നു കം ബാക്ക്, ഓപ്ഷൻ ഡി തന്നേക്കുന്നു ഫ്രം ഓഫീസ്. ഉണ്ടോ? ഈ തന്നേക്കുന്നതിനകത്ത് എന്താണ് മിസ്റ്റേക്ക് എന്നാ ചോദിച്ചേക്കുന്നത് അല്ലേ? അറ്റ് വാട്ട് ടൈം മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അടുത്തത് യു വിൽ മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ? അറിയത്തില്ല. അടുത്ത കം ബാക്ക് മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ? അറിയത്തില്ല. അടുത്ത ഫ്രം ഓഫീസ് അല്ലേ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ അറ്റ് വാട്ട് ടൈം, ഓപ്ഷൻ ബി യു വിൽ, ഓപ്ഷൻ സി കം ബാക്ക്, ഓപ്ഷൻ ഡി ഫ്രം ഓഫീസ്. ഉണ്ടോ? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ തന്നെ നോക്കുക. ആദ്യത്തെ എ ബി സി ഡി എന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം. ഇത് നമ്മുടെ ടൈം കളയാൻ വേണ്ടി തന്നെയാണ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ചോദ്യകർത്താവ് ഇങ്ങനെ തന്നെ ഉദ്യോഗാർത്ഥികളോട് ക്വസ്റ്റ്യൻ ഇടുന്നത്. കാര്യം അത്രയും ടൈം നമ്മൾ പോവും. 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാനായിട്ട് പോവും. ഇവിടെ തന്നെ ഓപ്ഷൻ തരാമായിരുന്നു. അതൊക്കെ പോട്ടെ. അന്നേരം ഇതിന്റെ ആൻസർ എന്താണ്? അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് അറിയേണ്ടത്. ഇതിന്റെ ആൻസർ കിട്ടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അല്ലേ? WH ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കണം. എന്താണ് WH ക്വസ്റ്റ്യൻ? WH ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് WH ക്വസ്റ്റ്യനും രണ്ടാമത്തത് യെസ് ഓർ നോ ക്വസ്റ്റ്യനും. അന്നേരം WH ക്വസ്റ്റ്യന്റെ ഫോർമേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം ആര് വരണം? ക്വസ്റ്റ്യൻ വേർഡ് വരണം. ആദ്യം ആര് വരണം? ക്വസ്റ്റ്യൻ വേർഡ് വരണം. രണ്ടാമതായിട്ട് പിന്നെ വരേണ്ടത് ഓക്സിലറി വെർബ്. രണ്ടാമതായിട്ട് വരേണ്ടത് ആരാണ്? ഓക്സിലറി വെർബ്. പ്ലസ് പിന്നെ വരേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് വരണം. പിന്നെ വരേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആര് വരണം? സബ്ജക്റ്റ് വരണം. പ്ലസ് പിന്നെ വരേണ്ടത് ആരായിരിക്കണം? മെയിൻ വെർബ്, MV അല്ലെ? മെയിൻ വെർബ്. പ്ലസ് ഓർ മൈനസ് എന്തെന്ന് പറയും? RPS ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് എന്തെന്നറിയപ്പെടുന്നത് ഒരു WH ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അന്നേരം ക്വസ്റ്റ്യൻ വേർഡ് വരണം. രണ്ടാമതായിട്ട് ഓക്സിലറി വെർബ് വരണം. പിന്നെന്താണ്? മൂന്നാമതായിട്ട് സബ്ജക്റ്റ് വരണം. അത് അടുത്തതായിട്ട് മെയിൻ വെർബ് വരണം. ഇനി പ്ലസ് ഓർ മൈനസ് RPS. എന്താണ് RPS? റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ് എന്ന് പറയും. ബാലൻസ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ബാലൻസ് അല്ല പറയേണ്ടത്. അവശേഷിക്കുന്ന ഭാഗം അല്ലെ? വാചകത്തിൽ അവശേഷിക്കുന്ന ഭാഗം എന്നുള്ള അർത്ഥമാണ് RPSന്റെ അർത്ഥം. RPS. ഇനി ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് WH ക്വസ്റ്റ്യന്റെ ഫോർമേഷൻ. ഈ പാറ്റേൺ തന്നെയാണ്, ഈ കിടക്കുന്ന പാറ്റേൺ ആണ് ആർക്ക് വേണ്ടത്? നമുക്കിവിടെ ആൻസർ കണ്ടെത്താൻ വേണ്ടത്. ആ പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടുത്തെ പാറ്റേൺ വന്നേക്കുന്നത് നോക്കുക. അറ്റ് വാട്ട് ടൈം. തെറ്റൊന്നുമില്ല. ഇത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അറ്റെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അതിന് മുമ്പിൽ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. തെറ്റൊന്നുമില്ല. അന്നേരം ക്വസ്റ്റ്യൻ വേർഡ് വന്നു. അടുത്തതായിട്ട് നിങ്ങൾ നോക്കുക ആര് വരണം? ഓക്സിലറി വെർബ് വരണം. ഇവിടെ വന്നേക്കുന്ന ഓക്സിലറി ആണോ? അല്ല. ഇവിടെ തിരിച്ചാണ് വന്നേക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് പ്ലസ് എന്തെന്നാ വന്നേക്കുന്നത്? ഓക്സിലറി വെർബ് എന്നാ വന്നേക്കുന്നത്. അന്നേരം അതാണ് ഇവിടുത്തെ തെറ്റെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് ടൈം വിൽ യു എന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരേണ്ടത്. വിൽ യു അടുത്തതായിട്ട് നോക്കുക. മെയിൻ വെർബ് ആരാണ്? MV എന്ന് പറയുന്ന ആളാണ്. കം ബാക്ക്. ഫ്രം ഓഫീസ് എന്ന് പറയുന്നത് റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ് ആണ്. അന്നേരം അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. WH ക്വസ്റ്റ്യൻ ആയിരുന്നു തന്നിരിക്കുന്നത്. അന്നേരം ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ തെറ്റായിട്ടുള്ള പാർട്ട് നിങ്ങൾക്കറിയാം. എന്താണ് തെറ്റായിട്ടുള്ള പാർട്ട്? അറ്റ് വാട്ട് ടൈം ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള പാർട്ട് ആരാണ്? നമുക്കറിയാം. യു വിൽ എന്നാണ് തെറ്റായ പാർട്ട്. കറക്റ്റ് വരുമ്പോൾ എങ്ങനെ വരും? വിൽ യു. അടുത്തൊരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നോക്കിക്കോളൂ. അസിസ്റ്റന്റ് ഗ്രേഡിനും LDCക്കും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡു യു മൈൻഡ് ഇഫ് ഐ ഡാഷ് എ ഫ്യൂ മിനിറ്റ്സ് ഏർലിയർ? ക്വസ്റ്റ്യൻ മാർക്ക്. 4 ഓപ്ഷൻ തന്നു. ഓപ്ഷൻ എ ലെഫ്റ്റ്, ഓപ്ഷൻ ബി തന്നേക്കുന്നു ടു ലീവ്, ഓപ്ഷൻ സി തന്നേക്കുന്നു ലീവ്സ്, ഓപ്ഷൻ ഡി തന്നേക്കുന്നു ലീവിങ് അല്ലേ? പലരും ഇപ്പോൾ ആൻസറിലേക്ക് പോയി കാണും. അപ്പം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വുഡ് യു മൈൻഡ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതേ കേസ് തന്നെയാണ് ഇതിലും പഠിച്ചു വെച്ചേക്കുന്ന പലരും. അന്നേരം വുഡ് യു മൈൻഡിന് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. വുഡ് യു മൈൻഡ് കഴിഞ്ഞ് വെറും ഡാഷ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്തെന്ന്? ING എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ കേസ് നമ്മൾ പഠിച്ചായിരുന്നു. ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഈഫ് വന്നാൽ അടുത്തതായിട്ട് വരേണ്ട വെർബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? V2 ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്.
അല്ലേ? വുഡ് യു മൈൻഡ് കഴിഞ്ഞ് എന്താണ് ഈഫ് വന്നു, അത് കഴിഞ്ഞ് സബ്ജക്റ്റും കഴിഞ്ഞ് ഡാഷ് വന്നാൽ അവിടെ നമ്മൾ പഠിച്ചു വെച്ചത് V2 ആണ്. വെറും വുഡ് യു മൈൻഡ് ഡാഷും മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് ING എന്നായിരുന്നു നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. അന്നേരം അതേ പാറ്റേൺ തന്നെ പലരും ഇവിടെയും ഇത് ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടുത്തെ പാറ്റേൺ ഇങ്ങനെയാണ്. ഡു യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ, ഡു യു മൈൻഡ് കഴിഞ്ഞ് ഈഫ് വന്നാൽ പ്ലസ് പിന്നെ എന്താണ് ഡാഷ് വരികയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? V1 ആയിരിക്കണം. ഇനി ഡു യു മൈൻഡ് കഴിഞ്ഞ് എന്താണ് വെറും ഡാഷ് മാത്രം വരികയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? ING ആയിരിക്കണം. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ കേസ് ഓർത്തു വെച്ചേക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ച റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കാര്യം കൂടെ ഇവിടെ എഴുതിയിടാം. ദാ ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടിയാണ്. വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഈഫ് വന്നാൽ, ഈഫ് പ്ലസ് എന്താണ് ഡാഷ് വന്നാൽ അവിടെ ഉപയോഗിക്കുന്നത് V2ഉം. ഇനി വുഡ് യു മൈൻഡ് മാത്രമാണ് വരുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാണ് വെറും ഡാഷ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് INGയുമാണ്. ഇത് രണ്ടും തെറ്റിപ്പോവരുത്. പലരും V2യിലേക്കൊക്കെ പോവും ഈഫ് കാണുമ്പോൾ. V2 വരുവോ? ഇല്ല. അവിടെ വരേണ്ടത് ഡു യു മൈൻഡ് ഈഫ് കഴിഞ്ഞ് ഡാഷ് വരികയാണെങ്കിൽ അവിടെ വരേണ്ടത് V1. ഡു യു മൈൻഡ് കഴിഞ്ഞ് വെറും ഡാഷ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ ING. അടുത്തത് വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഈഫ് കഴിഞ്ഞ് ഡാഷ് വരികയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് V2. അടുത്തത് വുഡ് യു മൈൻഡ് കഴിഞ്ഞ് വെറും ഡാഷ് ആണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ING. രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായി കാണും. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ എ തന്നേക്കുന്നു ലെഫ്റ്റ്, ഓപ്ഷൻ ബി തന്നേക്കുന്നു ടു ലീവ്, ഓപ്ഷൻ സി തന്നേക്കുന്നു ലീവ്സ്, ഓപ്ഷൻ ഡി തന്നേക്കുന്നു ലീവിങ്. അല്ലേ? അങ്ങനാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ദാണ്ടെ ക്വസ്റ്റിനകത്ത് ഒരു ചെറിയ തിരുത്തുണ്ട്. ഇവിടെ എന്താണ് ലീവ്സ് അല്ല വരേണ്ടത്, ലീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ടു ലീവ്, ഓപ്ഷൻ സി ലീവ്, ഓപ്ഷൻ ഡി തന്നേക്കുന്നു ലീവിങ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് V2 ആയിട്ട് ഉപയോഗിക്കാം, V3 ആയിട്ട് ഉപയോഗിക്കാം. ടു ലീവ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 + V1 ഇൻഫിനിറ്റീവ് ആണെന്നറിയാം. ലീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V1 ആണെന്നറിയാം. ലിവിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെർബിന്റെ ING ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഇതാണ്. ഡു യു മൈൻഡ് ഇഫ് ഐ ലീവ് എ ഫ്യൂ മിനിറ്റ്സ് ഏർലിയർ? കണ്ടോ? ഓക്കെ. അന്നേരം പഠിച്ചു വെച്ചേക്കുക. ഡു യു മൈൻഡ് കഴിഞ്ഞ് ഈഫ് വന്ന് ഡാഷ് വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ടത് V1ഉം, വുഡ് യു മൈൻഡ് കഴിഞ്ഞ് ഈഫ് കഴിഞ്ഞ് ഡാഷ് വന്നാൽ അവിടെ ഉപയോഗിക്കേണ്ടത് V2 ആണ്. രണ്ട് വ്യത്യാസവും മറന്നു പോകരുത്. ഇനി ഡു യു മൈൻഡ് കഴിഞ്ഞ് വെറും ഡാഷോ വുഡ് യു മൈൻഡ് കഴിഞ്ഞ് വെറും ഡാഷോ ഉണ്ടെങ്കിൽ ING ആയിരിക്കും. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് LDC കോഴിക്കോട് ചോദിച്ചതാണ് കേട്ടല്ലോ. LDC കോഴിക്കോട് ചോദിച്ചതാണ്. എന്താണ്? കോഴിക്കോട് കേട്ടല്ലോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ കിടക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. LDC കോഴിക്കോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ നോക്കിക്കോളൂ. മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ്. ഓക്കെ. ചൂസ് ദ ഇൻകറക്റ്റ് ദാറ്റ് ഓഫ് ദ സെന്റൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് എടുത്തെഴുതുക. LDC കോഴിക്കോട് ചോദിച്ചതാണ്. ഓപ്ഷൻ എ മച്ച് വാട്ടർ, ഓപ്ഷൻ ബി ഹാസ് ഫ്ലോൺ, ഓപ്ഷൻ സി അണ്ടർ, ഓപ്ഷൻ ഡി ദ ബ്രിഡ്ജ്. ഇതിന് മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്ക് അറിയേണ്ടത് V1, V2, V3 ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടല്ലോ. V1, V2, V3. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പാർട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ്? ഫ്ലോ എന്ന് കൊടുത്തേക്കുന്നു, ഒഴുകുക എന്നുള്ള അർത്ഥത്തിലാണ്. അതിന്റെ V2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോഡ്. അടുത്ത എന്താണ്? V3 എന്ന് പറഞ്ഞാലും എന്താണ്? ഫ്ലോഡ് എന്നാണ് വന്നേക്കുന്നത്. FLOWED എന്നാണ്, ഒഴുകുക എന്നുള്ള അർത്ഥം. അടുത്തത് ഫ്ലൈ എന്ന് പറയുക, പറക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫ്ലൂ അല്ലേ? അടുത്ത എന്താണ്? ഫ്ലോൺ. കണ്ടോ കൊടുത്തിട്ടുണ്ട് V3 ഫോം. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള പാർട്ട് നോക്കണം. മച്ച് വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് പറക്കുവാണോ? അല്ല. അപ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ് അടുത്തതായിട്ട് വരേണ്ടത് എന്താ? V3. ഇവിടെ V3 ഉണ്ട്, ഹാസ് കഴിഞ്ഞ് V3 ഉണ്ട്. എന്തെന്നാ? ഫ്ലോൺ എന്നുണ്ട്. നമ്മൾ വിചാരിക്കും എന്താണ്? ഫ്ലോ എന്ന് പറയുന്നതിന്റെ V3 എന്താണ്? ഫ്ലോൺ എന്ന് വന്നുകൂടെ എന്ന് വിചാരിക്കും. അല്ല, തെറ്റാണ്. എന്താണ്? ഫ്ലോ എന്ന് പറയുന്നതിന്റെ V3 എന്താണ്? ഫ്ലോഡ് എന്ന് തന്നെയാണ്. V2 ഫ്ലോഡ് ആണ്, V3യും ഫ്ലോഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലോൺ എന്ന് പറയുന്നത് എന്താണ്? പറക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള V3 ഫോം ആണ് അവിടെ. അതുകൊണ്ട് അത് തെറ്റാണ്. ഇവിടെ യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ട് ആൻസർ വരേണ്ടത് എന്താണ്? ഇതാണ്. ഹാസ് ഫ്ലോഡ് എന്നാണ് വരേണ്ടത് V3 ഫോം. അപ്പോൾ അവിടുത്തെ തെറ്റായ പാർട്ട് ഒരിക്കലും മച്ച് വാട്ടർ അല്ല,
എന്താണ് അണ്ടർ അല്ല, ദ ബ്രിഡ്ജ് അല്ല. അപ്പോഴത്തെ തെറ്റായിട്ടുള്ള പാർട്ട് ആരെന്ന് പറയും? ഹാസ് ഫ്ലോൺ എന്നാണുള്ളതാണ് തെറ്റായിട്ടുള്ള പാർട്ട്. ഓക്കെ, അന്നേരം പഠിച്ചു വെച്ചേക്കുക. എന്താണ് ഫ്ലോ എന്ന് പറയുന്നതിന്റെ V2 ഫോം ഫ്ലോഡ്, V3 ഫോം ഫ്ലോഡ്. അടുത്ത ഫ്ലൈ എന്ന് പറയുന്നതിന്റെ V2 ഫോം എന്ന് പറഞ്ഞാൽ ഫ്ലൂ. ഓക്കെ, അതിന്റെ V3 ഫോം എന്ന് പറയുന്നത് ഫ്ലോൺ. ഓക്കെ, അന്നേരം ഇതാണ് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അസിസ്റ്റന്റ് ഗ്രേഡിന് ചോദിച്ചു, പോലീസ് കോൺസ്റ്റബിളിന്റെ ചോദിച്ചതാണ്, അതുപോലെ തന്നെ ബെബ്കോയുടെ സെയിൽസ്മാന്. പുതിയ വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ അടുത്തിടയ്ക്കുള്ള പരീക്ഷകൾക്ക് കയറി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് കയറി ചോദിച്ചത് അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കൂ. ദ കാഷ്യർ ആൻഡ് മാനേജർ ഈസ് ദ കസ്റ്റോഡിയൻ. കസ്റ്റഡി എടുത്തൊന്നുമല്ല, കസ്റ്റോഡിയൻ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷിപ്പുകാരൻ, പരിപാലകൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കസ്റ്റോഡിയന്റെ സ്പെല്ലിങ്, എന്താണ് മീനിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നേക്കുന്ന വാചകത്തിനെ എന്ത് എഴുതാനാണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു കോമയുണ്ട്, അത് കഴിഞ്ഞ് ഡാഷ് ഉണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഉറപ്പായിട്ടും എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു ഇതും. കാരണം നിങ്ങൾക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ വാചകം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. ഇവിടെ നമ്മൾ വാചകം നോക്കിയപ്പോൾ എന്താണ്? ദ കാഷ്യർ ആൻഡ് മാനേജർ ഈസ് ദ കസ്റ്റോഡിയൻ എന്ന് വന്നേക്കുന്നു. ഇവിടെ വാചകം എന്താണ്? അല്ലെങ്കിൽ സെന്റൻസ് പോസിറ്റീവ് ആണ് അല്ലേ? കാര്യം നെഗറ്റീവ് വേർഡുകളായിട്ടുള്ള നോയോ, നോട്ടോ, നത്തിങ്ങോ, നെയ്തറോ, നണ്ണോ കേട്ടല്ലോ, അതുപോലെ തന്നെ സെൽഡമോ, ഹാർഡിലിയോ, സ്കേഴ്സിലിയോ ഇത് വല്ലതും ഉണ്ടോ? ഇല്ല, എക്സെട്ര. അതുപോലെ തന്നെ ഫ്യൂവോ, ലിറ്റിലോ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ വാചകം എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആക്കാൻ നമുക്കറിയാം, നോട്ടിന്റെ ഷോർട്ട് ഫോം ഓക്സിലറിയോടൊപ്പം ചേർത്താൽ മതി. നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ആരെന്ന് പറയുന്നത്? ഇൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം നോക്കൂ, എല്ലായിടവും ഉണ്ട്. ആർ ഇൻഡ് ദേ, ഈസ് ഇൻഡ് ഹി, ഹാസ് ഇൻഡ് ഹി. ഓപ്ഷൻ ഡി തന്നേക്കുന്നു ഹാവ് ഇൻഡ് ദേ അല്ലേ? അന്നേരം നമുക്ക് കണ്ടപ്പോൾ നമുക്കൊരു ഡൗട്ട്, ഇവിടെ ആൻഡ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? നേരെ നമ്മൾ ആൻസറിലേക്ക് പോകും. പല ആൾക്കാരും ആറിൻ്റെ ദേ എന്നുള്ള ആൻസറിലേക്ക് പോകും. പക്ഷേ ആറിൻ്റെ ദേ അല്ല. നിങ്ങൾ നോക്കുക, ഹാസിൻ്റെ ഹി ഉണ്ട്, ഹാവിൻ്റെ ദേ ഉണ്ട്. അവരൊരിക്കലും വരുത്തില്ല. വരാത്തതിന് കാരണം നമുക്കറിയാം, ഇവിടെ തന്നേക്കുന്ന ഓക്സിലറി വെർബ് നോക്കുക, എന്തുവാ? ഈസാണ് വന്നേക്കുന്നത്. അങ്ങനാണെങ്കിൽ വാചകത്തിലെ പോസിറ്റീവായിട്ടുള്ള വാചകത്തിലെ ആരെ എടുക്കണം? ഓക്സിലറി വെർബിനെ എടുക്കണം. ഓക്സിലറി വെർബിനെ എടുക്കണം. ഓക്സിലറി വെർബിനെ എടുത്തതിന് ശേഷം വാചകത്തിലെ എന്താണ്? സബ്ജക്റ്റ് എടുത്തെഴുതുക. സബ്ജക്റ്റിന്റെ പ്രോനൗൺ എടുത്തെഴുതുക എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അന്നേരം എന്താ പറഞ്ഞേക്കുന്നത്? വാചകം പോസിറ്റീവ് ആണെങ്കിൽ വാചകത്തിലെ ആരെ ഐഡന്റിഫൈ ചെയ്യുക? ഓക്സിലറി വെർബിനെ കണ്ടുപിടിക്കുക. ഓക്സിലറി വെർബിനെ എടുത്തെഴുതുക. അതിനോടൊപ്പം നോട്ടിന്റെ ഷോർട്ട് ഫോം ചേർക്കുക. ചേർത്തതിന് ശേഷം പിന്നെന്താണ്? വാചകത്തിലെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രോനൗൺ എഴുതണം. സബ്ജക്റ്റ് ആണാണെങ്കിൽ ഹീയും, പെണ്ണാണെങ്കിൽ ഷീയും. ഇനി പ്രോനൗൺ തന്നെയാണ് വരുന്നതെങ്കിൽ അത് തന്നെയും യൂസ് ചെയ്യണം എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ ടാഗ് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയപ്പോൾ ഇവിടുത്തെ ഓക്സിലറിയെ നമ്മൾ എടുത്തെഴുതി. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരിക്കലും ഹാവിൻ്റെ ദേയും വരത്തില്ല, അതുപോലെ തന്നെ ഹാസിൻ്റെ ഹീയും വരത്തില്ല. പിന്നെ വരേണ്ട രണ്ടാൾക്കാരേ ഉള്ളൂ. ആറിൻ്റെ ദേ ആണോ ഈസിൻ്റെ ഹീ ആണോ എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. പല ആൾക്കാരും ഇതിനകത്ത് ആൻസറിലേക്ക് പോയത് ആറിൻ്റെ ദേ ആണ്. ആറിൻ്റെ ദേ അവിടെ വരുത്തില്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഈസിൻ്റെ ഹീ ആണ്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഈസാണ്. അതിനുശേഷം നമ്മൾ നോട്ട്, വാചകം പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആകണം. നെഗറ്റീവ് ആകാൻ വേണ്ടി നോട്ടിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ആരെ ഉപയോഗിച്ചു? ഇൻഡ് ഉപയോഗിച്ചു. ഇനി അടുത്തതാണ് അവിടെ എല്ലാവരെയും കൺഫ്യൂഷൻ ആക്കിയ ഒരു കാര്യം. എന്താണ്? ദ കാഷ്യർ ആൻഡ് മാനേജർ എന്ന് പറയുന്നത് രണ്ടാൾക്കാരല്ലേ സാറേ എന്ന് ചോദിച്ചവരുണ്ട്. അങ്ങനാണോ? അല്ല. ദ കാഷ്യർ ആൻഡ് മാനേജർ എന്ന് പറയുന്ന ആൾ ഒറ്റ ഒരാളാണ്. അതുകൊണ്ടാണ് അവിടെ ഈസിൻ്റെ ഹി എന്ന് ആൻസർ വരാൻ കാരണം. ഹി ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഷീ എന്ന് പറയാൻ പെണ്ണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓപ്ഷനിൽ അങ്ങനെ ഇല്ല. അന്നേരം ഈസിൻ്റെ ഹി കൂടുതലും മെയിലിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഇംഗ്ലീഷുകാർ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഉപയോഗിക്കാം എന്താണ്? ഈസിൻ്റെ ഹി അല്ലയോ? ദ കാഷ്യർ ആൻഡ് മാനേജർ എന്നതിന് പകരമായിട്ടുള്ള പ്രോനൗൺ അദ്ദേഹം എന്ന് പറയുന്ന ഇത് അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഹി എന്നുള്ള അർത്ഥം പറഞ്ഞു, അവൻ എന്നുള്ള അർത്ഥമാണ് അവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ? ആണ്. അന്നേരം അവിടുത്തെ ആൻസർ വന്നു എന്തെന്നാ? ഈസിൻ്റെ ഹി.
ഇനി ഇവിടെ ഉപയോഗിക്കാമായിരുന്നു എങ്ങനെ? ദ ക്യാഷ്യർ ആൻഡ് ദ മാനേജർ ആർ ദ എന്താണ് കസ്റ്റോഡിയൻ എന്നായിരുന്നെങ്കിൽ അവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആകെ എന്ത് വന്നേനെ? ആറിൻ്റെ ദേ വന്നേനെ. കാരണം അവിടെ എന്തുണ്ട്? രണ്ടാൾക്കാരാണ്. ദ ക്യാഷ്യർ ആൻഡ് ഇവിടെ ഒരു എന്താണ് നമുക്കറിയാം ആർട്ടിക്കിൾ ആയിട്ടുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദിയോട് ഉപയോഗിച്ചു. ദ മാനേജർ എന്നായിരുന്നെങ്കിൽ ആറിൻ്റെ ദേ ഉപയോഗിക്കായിരുന്നു. ഇവിടെ ദ ഉണ്ടോ? ഇല്ല. അന്നേരം ആൻഡ് ഉപയോഗിക്കുന്ന എന്താണ് നമുക്കറിയാം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിനകത്തുള്ള ഒരു കേസാണ്. ആൻഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ ആൻഡ് ദി എന്നിവ ആദ്യത്തെ സബ്ജക്റ്റിന് മുമ്പിലുണ്ട് എങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിന് മുമ്പിലും ഉണ്ട് എങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ ഉപയോഗിക്കണം. രണ്ടും രണ്ടാൾക്കാരാണ്. എന്നാൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ, അതിനുശേഷം ആൻഡും പിന്നെന്താണ് അടുത്ത സബ്ജക്റ്റും മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഒരൊറ്റ ആളിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയും അങ്ങനെ ഒറ്റ ആളിനെയാണ് ദ ക്യാഷ്യർ ആൻഡ് മാനേജർ എന്ന് പറയുന്നത്. ഒരാളാണ്. അതുകൊണ്ട് അവിടുത്തെ ആൻസർ വന്നു ഈസ് ഇൻഡ് ഹി. ഓക്കെ, അന്നേരം വന്നേക്കുന്നത് ഇതാണ്. ദ ക്യാഷ്യർ ആൻഡ് മാനേജർ ഈസ് ദ കസ്റ്റോഡിയൻ ഈസ് ഇൻഡ് ഹി ചോദിച്ചു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്ട് LDC പത്തനംതിട്ട ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പല എക്സാമുകൾക്കും ഇത് ചോദിച്ചിട്ടുണ്ട്. ദാ നോക്കിക്കോളൂ. ഹി ഡൈഡ് ഡാഷ് ഹിസ് ഓൺ ഹാൻഡ്സ് എന്നാണ് തന്നേക്കുന്നത്. അന്നേരം 4 ഓപ്ഷൻ തന്നേക്കുന്നു. ഓപ്ഷൻ എ ഓഫ്, ഓപ്ഷൻ ബി ബൈ, ഓപ്ഷൻ സി ഫ്രം, ഓപ്ഷൻ ഡി വിത്ത്. LDC പത്തനംതിട്ട ചോദിച്ചതാണ്. പാലക്കാട് ചോദിച്ചിട്ടുണ്ട്, LDC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് പല എക്സാമുകൾക്കും ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും അസിസ്റ്റന്റ് ഗ്രേഡുകൾക്കും ഇതിനൊക്കെ എന്ത് ചോദിച്ചിട്ടുണ്ട്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇതൊരു പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ടുള്ള ടിപ്പാണ് പറഞ്ഞേക്കുന്നത്. പ്രീ പൊസിഷൻ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഡൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡൈഡ് എന്ന് പറയുന്ന വെർബുമായി ബന്ധപ്പെട്ടുള്ള ഡൈ എന്ന് പറയുന്ന വെർബ് കേട്ടല്ലോ, V1 ഫോം ആണ്. അതിന്റെ V2 ഫോം ആണ് ഡൈഡ്. V3 ഫോമും ഡൈഡ് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൈ എന്ന് പറയുന്നതിനോടൊപ്പം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷനെ പറ്റിയാണ് പറയുന്നത്. ഡൈ പ്ലസ് എന്താണ് ഓഫ്. ഓഫ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസീസ് ആണെങ്കിലോ ഓൾഡ് ഏജ് ആണെങ്കിലോ അവിടെ ഉപയോഗിക്കേണ്ടതാണ് എന്താണ് ഡൈയോടൊപ്പം ഉപയോഗിക്കേണ്ടത് ഓഫാണ്. രണ്ടാമത്തത് ഡൈ പ്ലസ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആക്സിഡന്റ് ആണ്. തന്നിരിക്കുന്ന വാചകം വായിച്ചു നോക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഡൈ ഇൻ ആണ്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡൈയോടൊപ്പം ഫ്രം ഉപയോഗിക്കുന്നു. അവോയ്ഡബിൾ റീസൺ ആണ് അല്ലേ? അവോയ്ഡബിൾ ആയിട്ടുള്ള റീസണുകൾ ഏതെങ്കിലും ആണ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കിട്ടുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഫ്രം ആണ്. ഓക്കെ, അടുത്തത് ഡൈ ഫോർ കോസ്. ഏതെങ്കിലും കാരണം കൊണ്ടാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫോർ ഉപയോഗിക്കാം. കോസ് അല്ലേ എന്നാ പറഞ്ഞേക്കുന്നത്. വായിച്ചു നോക്കുമ്പോൾ ഏതെങ്കിലും കാരണമാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ബോംബ് ബ്ലാസ്റ്റ് എന്നോ ഒക്കെ ആയിരിക്കും ചിലപ്പം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫോർ ഉപയോഗിക്കാം. അടുത്തത് ഡൈ പ്ലസ് ബൈ. എന്താണ് ഡൈയോടൊപ്പം ബൈ ഉപയോഗിക്കുന്നത്? സൂയിസൈഡ് ആണെങ്കിൽ. എല്ലാം ക്വസ്റ്റ്യനെ ആശ്രയിച്ചായിരിക്കും ആൻസർ വരുന്നത്. അന്നേരം ഡൈയോടൊപ്പം ഉപയോഗിക്കുന്ന ഈ ടിപ്പ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഡൈ പ്ലസ് ഓഫ് ഉപയോഗിക്കേണ്ട എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസീസ് ഓൾഡ് ഏജ്. ഡൈ പ്ലസ് ഇൻ ഉപയോഗിക്കേണ്ട എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആണെങ്കിൽ. ഡൈ പ്ലസ് ഫ്രം ഉപയോഗിക്കേണ്ടത് അവോയ്ഡബിൾ റീസൺ ആണെങ്കിൽ. ഡൈ പ്ലസ് ഫോർ ആണെങ്കിൽ കോസ് ആണ്. ഡൈ പ്ലസ് ബൈ ആണെങ്കിൽ സൂയിസൈഡ്. ഇതാണ് ഇതിന് പഠിച്ചു വെക്കേണ്ട ടിപ്പ് എന്ന് പറഞ്ഞത്. ഒത്തിരി എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതൊന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഹി ഡൈഡ് ഡാഷ് ഹിസ് വൺ ഹാൻഡ്സ്. ഓഫ് ആണോ? അല്ല. ഫ്രം ആണോ? അല്ല. വിത്ത് ആണോ? അല്ല. പിന്നെന്തേ വരത്തുള്ളൂ? ബൈ. കേട്ടോ, ആൻസർ എന്താ വരേണ്ടത്? ബൈ. അന്നേരം ഈ ടിപ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഡൈ പ്ലസ് ഓഫ് വന്നാൽ ഡിസീസ് ഓൾഡ് ഏജ് ആയിരിക്കും. ഓഫ് ഉപയോഗിക്കേണ്ടത് ഡിസീസോ ഓൾഡ് ഏജോ ആണ്. വായിച്ചു നോക്കുമ്പോൾ വരേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഡൈ ഓഫ് ആണ്. അടുത്തത് ഡൈ പ്ലസ് ഇൻ ഉപയോഗിക്കേണ്ടത് ആക്സിഡന്റ് ആണെങ്കിൽ. അടുത്തത് ഡൈ പ്ലസ് ഫ്രം ഉപയോഗിക്കേണ്ടത് അവോയ്ഡബിൾ റീസൺ ആണ്. ഡൈ പ്ലസ് ഫോർ ഉപയോഗിക്കേണ്ടത് കോസ് ആണ്. ഡൈ പ്ലസ് ബൈ ഉപയോഗിക്കേണ്ടത് സൂയിസൈഡ് ആണെങ്കിൽ. ഓക്കെ, അന്നേരം എന്താണ് ഇത്രയും കേസുകളും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് ആൻസർ കിട്ടി. ഹി ഡൈഡ് ഡാഷ് ഹിസ് വൺ ഹാൻഡ്സ്. ആൻസർ ബൈ ആണ്. ഓക്കെ, അടുത്തൊരു LDC ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഐ ഹാവ് മൈ ബെഡ്റൂം ഡാഷ്. ഐ ഹാവ് മൈ ബെഡ്റൂം ഡാഷ്. ഓപ്ഷൻ എ തന്നേക്കുന്നു ഓൺ അപ്സ്റ്റെയർസ്. ഓപ്ഷൻ ബി തന്നേക്കുന്നു ഇൻ അപ്സ്റ്റെയർസ്. ഓപ്ഷൻ സി തന്നേക്കുന്നു അറ്റ് അപ്സ്റ്റെയർസ്. ഓപ്ഷൻ ഡി തന്നേക്കുന്നു അപ്സ്റ്റെയർസ് എന്നാ തന്നേക്കുന്നത്. LDC ഇടുക്കി ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിന് ഇത്രയും ടിപ്പ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. നോക്കിക്കൊള്ളുക. ഡൗൺ സ്റ്റെയേഴ്സ്, അപ്സ്റ്റെയേഴ്സ്
ഇവ വന്നാൽ ഇവയ്ക്ക് ശേഷം എന്ത് പ്രിപ്പോസിഷൻ വേണ്ട. പ്രീപോസിഷൻ ആണ്, പ്രപ്പോസിഷൻ എന്നാണ് കറക്റ്റ് സൗണ്ട്. ഇവയ്ക്ക് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട, ഇവയ്ക്ക് മുമ്പിൽ കേട്ടില്ല, ശേഷമല്ല, മുമ്പിലായിട്ട് എന്ത് വേണ്ട, പ്രിപ്പോസിഷൻ വേണ്ട. ഇവയ്ക്ക് മുമ്പിലായി എന്താണ്, പ്രിപ്പോസിഷൻ വേണ്ട. ഓക്കെ, ഇത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. പല എക്സാമുകൾക്ക് ഇതും റിപ്പീറ്റ് ചെയ്തതാണ്, ഓർത്ത് വെച്ചേക്കുക. അന്നേരം എന്തൊക്കെയാണ്, ഡൗൺ സ്റ്റെയേഴ്സ്, അതുപോലെ തന്നെ അപ് സ്റ്റെയേഴ്സ്, ഇവയ്ക്ക് മുമ്പിലായിട്ട് നമ്മൾ എന്തിനെ ഉപയോഗിക്കത്തില്ല, പ്രിപ്പോസിഷൻ ഉപയോഗിക്കത്തില്ല. അന്നേരം പലരും തെറ്റിക്കുന്ന കാര്യമാണ്, ഓൺ അപ് സ്റ്റെയേഴ്സ് ആണോ എന്ന് വിചാരിക്കും. ഐ ഹാവ് മൈ ബെഡ്റൂം ഓൺ അപ് സ്റ്റെയേഴ്സ്, അങ്ങനെ പറയാമല്ലോ എന്നും പറഞ്ഞു പോകും. പക്ഷെ പറയത്തില്ല, തെറ്റാണ്. അടുത്തത് ഇൻ അപ് സ്റ്റെയേഴ്സ്, അതും പറയത്തില്ല. അറ്റ് അപ് സ്റ്റെയേഴ്സ് പറയത്തില്ല. പിന്നെ പറയുന്നത് ഒരാളെ ഉള്ളൂ, ഐ ഹാവ് മൈ ബെഡ്റൂം അപ്സ്റ്റെയേഴ്സ്. അന്നേരം ഓർത്ത് വെച്ചേക്കുക, ഡൗൺ സ്റ്റെയേഴ്സും അപ്സ്റ്റെയേഴ്സും ഉപയോഗിക്കുമ്പോൾ ഇവയ്ക്ക് മുമ്പിലായിട്ട് നമ്മൾ എന്തിനെ ഉപയോഗിക്കില്ല, പ്രിപ്പോസിഷൻ എന്താണ് വേണ്ട എന്ന റൂള് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ.